ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 10 അവർ വർക്കിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നുള്ളൊരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷോപ്പിംഗ്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് 7 o'clock ആയപ്പോഴത്തേക്കും ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം ഞാനൊരു ഇലക്ട്രോണിക് സെഷനിലാണ് പോയത്. അവിടെ പ്രത്യേകിച്ച് എനിക്കൊന്നും വാങ്ങിക്കാൻ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങി. ഇവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സെഷനായിരുന്നു ഇത്. അപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഈ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് അബുദാബിയിലുള്ള അൽഫല പ്ലാസയിലാണ്. അപ്പോൾ ബാക്കിയുള്ള ഷോപ്പിംഗ് വിശേഷങ്ങൾ വീഡിയോയിൽ കാണാമേ. ഈ ഒരു സെഷൻ ഫുള്ള് കുഞ്ഞി പിള്ളേരുടെ ഡ്രസ്സസ്സാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് ലേഡീസ് സെഷൻസ് ആണ് കേട്ടോ. ഹെയർ ക്ലിപ്സ്, ഹെയർ ബാൻഡ്സ്, കുഞ്ഞു പിള്ളേരുടെ സ്ലൈഡ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഹെയർ ബാൻഡ്സ്, ബോസ്, പിന്നെ ഈ ഒരു സൈഡ് ഫുള്ള് ലേഡീസിൻ്റെ ചപ്പൽസ് ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട്. പിന്നെ കുഞ്ഞു പിള്ളേരുടെ ഷോ പോലത്തെ ഇങ്ങനെ മുത്തൊക്കെ വെച്ചുള്ള ബാഗില്ലേ, പിങ്ക് കളറ്, ബ്ലൂ കളറ്, നല്ല മനോഹരമായിട്ടുള്ള ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ നമ്മളൊന്നും ഷോപ്പ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കാണാൻ തന്നെ ഒരു സന്തോഷമാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ വളരെ തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഞാനിത് 3rd ഫ്ലോറിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ്. നെക്സ്റ്റ് ഞാൻ പോയതൊരു ബബി ടീ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മോസ്റ്റ്ലി ടറോ ചീസാണ് കഴിക്കാറുള്ളത്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടൊരു ഫ്ലേവർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഓർഡർ ചെയ്തത് മാംഗോ സാഗോ ബബി ടീ ആയിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബബി ടീസ് ഉണ്ട് ഇവിടെ. ഞാൻ വാങ്ങിച്ച മാംഗോ സാഗോയ്ക്ക് 16 dirhams ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ മാംഗോ സാഗോ ബബി ടീ കൈ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇവർ അവകാശപ്പെടുന്നത് ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം 30 minutesനുള്ളിൽ കഴിക്കുന്നതാണ് നല്ലൊരു ബെസ്റ്റ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ 30 minutes പോലും വേണ്ടി വന്നില്ല. ഒരു 5 minutesനുള്ളിൽ തന്നെ ഞാൻ സംഭവം അകത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പുറത്തു നിന്നായിരുന്നു ഫുഡ്. ഞാൻ പുട്ടും ലിവർ റോസ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലത്തെ പുട്ടും ബീഫും ഒരു വെറൈറ്റി തന്നെയാണ്. പുട്ട് ബീഫ് റോസ്റ്റ്, പുട്ട് ലിവർ റോസ്റ്റ്, പുട്ട് ചിക്കൻ റോസ്റ്റ്, ഇതൊക്കെ നല്ലൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ ഇവിടെ എനിക്കങ്ങനെ മിസ്സിങ് തോന്നിയിട്ടില്ല. കാരണം ഞാൻ താമസിക്കുന്നതിനടുത്ത് തന്നെ നല്ല നാട്ടിലത്തെ നമ്മുടെ ബീഫ് റോസ്റ്റ് കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കോഫി കുടിക്കാമെന്ന് കരുതി. പിന്നെ മാത്രമല്ല നൈറ്റ് ടൈം കോഫി കുടിക്കുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചുക്ക് കാപ്പിയാണ് കഴിക്കാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലൈമറ്റൊക്കെ മാറി എല്ലാവർക്കും ഫീവറിൻ്റെ സിംറ്റംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രിവെൻഷനായിട്ടും കൂടിയാണ് ഞാൻ ഈ കോഫി കുടിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഈ ചുക്ക് കാപ്പി പൊടി കിട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് ചെറുതായിട്ട് ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി ടേബിൾ സ്പൂൺ ഇടുക. എന്നതിന് ശേഷം വെള്ളം മിക്സ് ചെയ്യുക, ചൂടുവെള്ളം കേട്ടോ. അപ്പോഴത്തേക്കും കാപ്പി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും രാത്രി 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങാനുള്ള സമയമാണല്ലോ, നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല് കേട്ടോ. ബൈ.